തൃശൂരിൽ എ.ടി.എമ്മിൽ മോഷണ ശ്രമം. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എ.ടി.എം ആണ് തകർക്കാൻ ശ്രമിച്ചത്. പ്രതി ഒറീസ സ്വദേശി സുനിൽ നായിക് ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. നഗരത്തിൽ തന്നെ പുത്തൻപള്ളിക്ക് സമീപമുള്ള മറ്റൊരു കടയും പൊളിക്കാൻ ശ്രമിച്ചു. ശരത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത്? വിനിഷ, തൃശ്ശൂരിലെ എ.ടി.എമ്മിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ.ടി.എമ്മിനകത്തും ഹൈറോഡിനകത്തുള്ള ഇസൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു റെഡിമെയ്ഡ് ഷോപ്പിലുമാണ് ഇത്തരത്തിൽ മോഷണ ശ്രമം നടന്നത്. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അതിന് സമീപത്ത് തന്നെയാണ് ഈ ഇസൽ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ ഒറീസ സ്വദേശിയായിട്ടുള്ള സുനിൽ നായിക്ക് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. എ.ടി.എമ്മിൽ നിന്ന് ഇത്തരത്തിൽ ഈ പ്രതി കയറുന്നു, മോഷണ ശ്രമത്തിന് വേണ്ടി കയറുന്നു. അത് എ.ടി.എമ്മിൽ പ്രതിയുടെ മോഷൻ അലാറം, അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്ന അലാറമാണ്. ആ അലാറം അടിച്ചതോട് കൂടിയിട്ടാണ് മുംബൈയിലെ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ ഇത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചു. അവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉടൻ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിനകത്ത് നമ്മളിന്ന് കടയുടമയുമായിട്ട് സംസാരിക്കുന്നത്, ഇസൽ എന്ന് പറയുന്ന കടയുടമയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. ഇത്തരത്തിൽ സംഭവത്തിന് ശേഷം ആദ്യം വന്ന് തുറക്കാൻ ശ്രമിച്ചു. ഏതായാലും തൃശൂരിൽ എ.ടി.എമ്മിൽ മോഷണ ശ്രമം. പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ശരത് ഓങ്ങല്ലൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.